കലയിലേക്ക് കല ഇന്നിപ്പോൾ കലവറയിൽ എത്തിയിരിക്കുകയാണ്. കലോത്സവത്തിലെ 20,000 വിദ്യാർത്ഥികൾക്ക് ഫുഡ് ഷെഫ്. അപ്പൊ ഞാനോ എന്റെ അസിസ്റ്റന്റ്. അല്ല മനുഷ്യൻ, നിങ്ങൾ ഈ പായസം ഉരുളി വീണ് മരിക്കുമോ? എന്ത് പായസമാണെന്ന്? ഇത് അടപ്പായസമാണെന്ന് അറിയത്തില്ലേ? അറിയില്ലേ? ഞാൻ പഠിപ്പിച്ചതല്ലേ ഇതെല്ലാം. ഓ അങ്ങനെ. അപ്പൊ ഇതാ അടിപൊളി രാവിലെ പായസമൊക്കെ തയ്യാറാകും. കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അവർ കൊടുത്തില്ല. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിപ്പോ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ഇവിടെ മാങ്ങ ഇരിപ്പുണ്ട്, നല്ല മാങ്ങ. രാവിലെ മാങ്ങ കഴിക്കുന്ന രണ്ട്. ഇതെനിക്ക് തോന്നുന്നു അച്ചാറ് കൊണ്ടുവച്ച മാങ്ങയാണ് നിങ്ങൾ എടുത്ത് കഴിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പോ സ്റ്റൂ ആണ്. ഇടിയപ്പോ സ്റ്റൂ ആണ്. അതാ നോക്കാം, ഇടിയപ്പം നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ? എത്ര ആളുകൾക്കുള്ള ഇടിയപ്പാണ്? നിങ്ങളുടെ നാട്ടിൽ വീശപ്പം എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇത് വീശപ്പല്ല, ഞങ്ങളുടെ നാട്ടിൽ നൂൽപുട്ടാ. നൂൽ പോലെയുള്ള പുട്ട് കണ്ടോ? ഇടിയപ്പം ഇതിന്റെ ഇച്ചിരി കൂടെ വലുതായ സാധനത്തിന് നമ്മള് വീശപ്പോ എന്റെ നാട്ടിൽ പറയാം. വീശപ്പോ അതൊക്കെ വീശി എടുക്കുന്നോണ്ടായിരിക്കോ? അങ്ങനെ വീശി എടുക്കുന്നത്. ഞങ്ങൾ നൂൽപുട്ടാണ് കേട്ടോ. കറി എന്താന്ന് പറഞ്ഞില്ല നമ്മള്. ഈ കറി സ്റ്റൂ പറഞ്ഞല്ലേ? സൂപ്പർ സ്റ്റൂ ആണ്. നല്ല സൂപ്പർ സ്റ്റൂ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല. നമുക്ക് ഇതിനൊക്കെ പെർമിഷൻ തന്ന കൺവീനർ അല്ലെ, ഭക്ഷണ കമ്മിറ്റി കോർഡിനേഷൻ കൺവീനറാണ്. എന്തായാലും ഒരു പരാതി ഇല്ലാതെയാണ് ഇത്ര ദിവസവും ഈ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. അത് എത്ര ആളുകൾ വന്ന് കഴിച്ചു പോകുന്നതാണെന്ന് അറിയാമോ? അപ്പൊ ഇവരുടെ ഒരു വലിയ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അതെ, ഇന്നെന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ പ്രഥമനാണ്. ഇന്നിപ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വീശപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഇന്നലത്തതുപോലെയുള്ള എല്ലാ 6-7 കൂട്ടാൻ കറിയും ഒഴിച്ചു കറി ഉൾപ്പെടെയുള്ള ഒരു സദ്യയും പ്ലസ് ഇന്ന് പ്രഥമനുമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്നിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രത്യേക വിശിഷ്ടമായ ഭക്ഷണപദാർത്ഥം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് മോഹനൻ നമ്പൂതിരിക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അത് അദ്ദേഹം നേരത്തെ പറയാറില്ല. പുള്ളിയുടെ ട്രേഡ് സീക്രട്ടാണ്, അത് പുള്ളി പറയാറില്ല. സമയത്ത് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ നമുക്ക് ആ സമയത്ത് ഞങ്ങൾ ഈ ഇന്നിപ്പോ ഉച്ചയ്ക്ക് സാമ്പാറും പരിപ്പും ഉണ്ടല്ലേ? ഉണ്ട്. പരിപ്പില്ല, സാമ്പാർ, പുളിശ്ശേരി, രസം അല്ലെങ്കിൽ മോര്, അതാണ്. പരിപ്പും പപ്പടവും നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പപ്പടം ഇല്ലാത്ത എന്താ? ഇന്നലെ പപ്പടം കൊടുത്തിരുന്നു. പരിപ്പിനോടൊപ്പം പപ്പടം നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പുള്ളി അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സാർ വലിയ സന്തോഷം. കാരണം ഒരുപാട് ഇത്രയും വലിയ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതല്ലേ, നല്ല ഭാരിച്ച ചുമതലയാണെന്ന് അറിയാം രാവിലെ തന്നെ. എന്തായാലും സന്തോഷം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതല്ലേ. ഞങ്ങൾ KST അധ്യാപക സംഘടനയാണ്. അപ്പൊ ഞങ്ങളുടെ അധ്യാപക സംഘടന പ്രവർത്തകരും നമ്മളോടൊപ്പം സഹകരിക്കുന്ന മറ്റ് ആൾക്കാരുമാണ്. ഒരു സമയം 350 പേരോളം ഈ ഭക്ഷണ വിതരണത്തിന് പാക്കിങ്ങിനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെയും കുറ്റമറ്റ നിലയിൽ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. രാവിലെ ഞാനിവിടെ വന്നു കയറിയപ്പോൾ ഇടിയപ്പോ എന്ന് കണ്ടപ്പോൾ ജിൻസി ആദ്യം ചോദിച്ചത് ബീഫ് കറിയില്ലേ? അത് കലോത്സവത്തിന്റെ കൂട്ടുപുരയിൽ അതെ, നമുക്ക് അവിടെ അവിയലൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ട ശേഷം ഈ അവിയൽ എന്ന് പറയുന്ന ജിൻസിയുടെ ഏറ്റവും ഫേവറേറ്റ്. നിങ്ങൾക്ക് ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇന്നത്തെ കലോത്സവം അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് പോയി വന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് ഒരുപാട് ഇതാക്കാം. നോക്കിയേ, ശർക്കരയൊക്കെ അങ്ങനെ കിടന്ന് തിളച്ചോണ്ടിരിക്കുക കണ്ടോ? ഇത്രയും വലിയ ഉരുളിയിൽ ഏതാണ്ട് ശർക്കര കിടന്ന് തിളയ്ക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട അവിയൽ അവിടെ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, എന്റെ അവിയലാണോ? അവിയൽ കണ്ടോ? നോക്കിയേ, അവിയൽ കുറച്ച് വെള്ളം കൂടി പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. യെസ്, അതാ നിങ്ങളെ സ്റ്റൂ. ഇതാണ് നമുക്ക് ഇന്ന് ഇടിയപ്പത്തിന്റെ കൂടെ വിളമ്പാനുള്ള വെജിറ്റബിൾ സ്റ്റൂ. ഇത് കൂട്ടൊക്കെ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ആ കൂട്ട് പറഞ്ഞ ഓർമ്മയുണ്ട്. അധികം പറയാം. അതെ, അത് മറ്റേ കല്യാണ രാമനിൽ ഇന്നസെന്റ് ചെയ്ത പോലെ പറയാം.